മോദി സർക്കാരിന്റെ കേരളത്തിലുള്ള അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ഭരണങ്ങാനം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കൊല്ലപ്പള്ളി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഭാഗമാണോ കേരളമെന്ന് സംശയിക്കത്തക്ക പോലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്ന് കല്ലാനി കുറ്റപ്പെടുത്തി. കേരളത്തെ ഇത്രമാത്രം അപമാനിച്ച സർക്കാരാണിതെന്നും ടോമി കല്ലാനി പറഞ്ഞു. പ്രജനനത്തിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയാൽ കേരളത്തിന് വികസനമാകുമോ? കേരളത്തിലെ സാധാരണക്കാർക്ക് ക്ഷേമമുണ്ടാകുമോ? കേരളത്തിലെ കർഷകർക്ക്, തൊഴിലാളികൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുമോ? ഇങ്ങനെ കേരളത്തെ അപമാനിച്ച ഒരു സർക്കാർ, ഇത്രമാത്രം മോശപ്പെട്ട ഒരു ബഡ്ജറ്റ് കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ധനകാര്യമന്ത്രി പോലും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ BJP-ക്കാർക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് സത്യം. കാരണം കേരളത്തെ ഇത്രമാത്രം അവഗണിച്ചുകൊണ്ട് ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോളി പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC സെക്രട്ടറി R സജീവ്, ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ, ളാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പ്ലാക്കൂട്ടം, R ശ്രീകല, ബിന്നി ചോക്കാട്ട്, സാബു ഔസേപ്പറമ്പിൽ, മേലുക പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി, ബ്ലോക്ക് ഭാരവാഹികളായ ജോഷി ജോഷുവ, പയസ് തോമസ്, അപ്പച്ചൻ മൈലക്കൽ, ഉണ്ണികൃഷ്ണൻ, അൽഫോൺസ് ദാസ്, വിൻസെന്റ് മാടവന, പ്രകാശ് വടക്കൻ, ജിജി തെങ്ങമ്പള്ളി, ബെന്നി കച്ചിറമറ്റം, ജോൺസൺ നെല്ലിവേലി, ബിനു വള്ളാമുരടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ സ്വീകരണം നൽകി.